ഞാൻ ഇന്നിവിടെ ഒരു ചോദ്യമായിട്ടാണ് വന്നിട്ടില്ലേ. വാട്ടർ പ്രൂഫിംഗ് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു കെട്ടിടം ചോർന്നതിന് ശേഷമാണോ ചെയ്യേണ്ടത്? ഒരു ബിൽഡിംഗ് എടുക്കുമ്പോഴാണോ ചെയ്യേണ്ടത്? നമ്മളുടെ പരിമിതമായ വാട്ടർ പ്രൂഫിംഗ് നോളേജ് കാരണം നമ്മൾ ഒരു പുതിയ വീട് എടുത്തു കഴിഞ്ഞാലോ കെട്ടിടം എടുത്തു കഴിഞ്ഞാലോ വാട്ടർ പ്രൂഫ് ചെയ്യാൻ മറക്കും. കോൺക്രീറ്റിന്റെ ആയുസ് എത്രയാണ്? നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു കോൺക്രീറ്റിന്റെ ആയുസ് വേണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. നമ്മൾ ഒരു 25 വർഷത്തിന് ശേഷം ആ കോൺക്രീറ്റ് കെട്ടിടം ചോരുന്നതാണോ വേണ്ടത്, അതോ 25 വർഷത്തിന് ശേഷം നമ്മൾ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് സേഫായി വീണ്ടും നമുക്ക് റിനോവേഷൻ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന ബിൽഡിംഗ് ആണോ നമുക്ക് വേണ്ടത്? ഓൾവേസ് തിങ്ക് ദാറ്റ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ചോർച്ച വന്നതിന് ശേഷം റിപ്പയർ ചെയ്യേണ്ടത് മാത്രമല്ല, ചോർച്ച വരാതിരിക്കാൻ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കെട്ടിടമോ വീടോ എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അത് റൈറ്റ് മെത്തേഡിൽ റൈറ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് റൈറ്റ് ആപ്ലിക്കേഷൻ വേണ്ടി ചെയ്താൽ യുവർ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി സേഫ് ആൻഡ് വാല്യുബിൾ.